ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതാ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ ഫ്രൂട്ടുകൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടുകളൊക്കെ ഞാനൊന്ന് കാണിക്കുവാണ് സൂം ചെയ്ത്. അപ്പോൾ ആദ്യം നമ്മൾ വൈറൽ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സിപ്പർ ഫ്രൂട്ട്, നമ്മുടെ ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുന്ന ഫ്രൂട്ടാണ്. പിന്നെ ഗ്യാതറിങ് ഫ്രൂട്ട് 2 ടൈപ്പിലത്തത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് രണ്ടും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ അതാ ലാസ്റ്റ് ഈ റോളിങ് ഫ്രൂട്ട്. അപ്പോൾ ഇത്രയും ഫ്രൂട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് നമുക്ക് മെഷീനിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ ഈ വൈറൽ ഫ്രൂട്ട്, ബീഡ്സിനൊക്കെ മുകളിലൂടെ അടിക്കുന്ന ഈ ഒരു വൈറൽ ഫ്രൂട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബീഡ്സ് വർക്കുള്ള തുണിയിൽ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നെക്കും അതുപോലെ ആം ഹോളും ഒന്നും കറക്റ്റിൽ അങ്ങനെ നിറയെ തിക്കായിട്ടുള്ള വർക്കുള്ള മെറ്റീരിയലിലൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇങ്ങനെ ചുരുങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ എനിക്കിതത്ര വർക്കായിട്ട് തോന്നിയില്ല. പിന്നെ പൈപ്പിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലേസുകളൊക്കെ ഉണ്ടല്ലോ, ഈ സീക്വൻസ് വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ വരുന്ന ലേസുകളൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. നേരെ വെച്ച് നമുക്ക് തയ്ക്കേണ്ട ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാവേ. അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു പൈപ്പിങ് പിടിപ്പിക്കാനാണെങ്കിൽ നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം മറ്റേ ചിലരൊക്കെ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. പക്ഷേ എനിക്കത്ര വർക്കായിട്ടില്ല ഇത്. ഇപ്പം എൻ്റെ ഉപയോഗത്തിൻ്റെ പ്രശ്നമാണെന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് വർക്കായിട്ടില്ല. എനിക്ക് ഇതുപോലെയുള്ള ഉപയോഗങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പൈപ്പിങ് പിടിപ്പിക്കാനും അതേപോലെ വർക്കായിട്ടുള്ള നമ്മുടെ ലേസുകളൊക്കെ പിടിപ്പിക്കാനും അത് ഉപകരിക്കുമേ. അടുത്തതായിട്ട് ഈ ഒരു നമ്മളൊരു ഗ്യാതറിങ് ഫ്രൂട്ടാണ് ഇത്. ഇതിന് ആദ്യം നമ്മൾ ഈ ബാക്കിലുള്ള ഈ ഒരു പ്രഷർ ഫ്രൂട്ട് താത്തി വെച്ചിട്ട് ഇതുപോലെ കയ്യിൽ നമ്മൾ ഫ്രണ്ടിലൊന്ന് പിടിച്ചിട്ട് അതിൻ്റെ ബാക്ക് വശത്തുള്ള ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. അതിങ്ങനെ താത്തി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സ്ക്രൂ ടൈറ്റ് ആവത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ സ്റ്റിച്ച് നമ്മൾ 5-ലിട്ട് കൊടുക്കണം. ഏറ്റവും വലിയ കാണിയായിട്ട് വെച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നന്നായിട്ട് സ്ക്രൂ അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നല്ല അടുത്ത് തിക്കായിട്ട് ആ ഒരു ഫ്രിൽസൊക്കെ വീഴും. ഇതുപോലെ വരുവേ. വലിയ കാണിയിലിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ഗ്യാതറിങ് ഒന്നും വീഴത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ വലിയ കാണിയിൽ ആക്കി വെച്ചിട്ട് വേണം ഈ ഫ്രൂട്ടിലൊന്ന് അടിക്കാനേ. ഇതുപോലെ നല്ല തിക്ക് ഫ്രിൽസായിട്ട് നമുക്ക് വരുവേ. ഇനി ഇതിൻ്റെ ആ ഒരു സ്ക്രൂ ഞാൻ വീണ്ടും ആ പ്രഷർ ഫ്രൂട്ട് താത്തിയിട്ട് ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് അങ്ങ് സ്ക്രൂ നന്നായിട്ട് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ നമ്മുടെ ഫ്രൂട്ടുകളുണ്ടല്ലോ അതിൻ്റെ ഉപയോഗം നടക്കുമേ. സാധാ നമ്മൾ ഫ്രൂട്ട് വെച്ച് ഉപയോഗിക്കുന്ന ആ ഉപയോഗം നടക്കും. പിന്നെ ഇത് കുറച്ച് ടൈറ്റ് ചെയ്താൽ കുറച്ച് ഫ്രില്ല് വീഴും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പം നല്ല രീതിയിൽ നല്ല തിക്കായതുകൊണ്ട് ഇതുപോലെയാണ് കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഫ്രിൽസ്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുമ്പം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഫ്രില്ല് വീണ് കിട്ടുമേ. നമ്മൾ സാധാരണ നൂലൊക്കെ വലിച്ചിട്ട് ഫ്രില്ലുണ്ടാക്കുമല്ലോ ആ ഒരു രീതി ഇതിലാകുമ്പോൾ കറക്റ്റ് ഈക്വലായിട്ട് തന്നെ എല്ലായിടവും വരും. ഇതുപോലെ നല്ല തിക്ക് ഫ്രിൽസ് കിട്ടുമേ. അപ്പോൾ അതൊരു നല്ലൊരു ഫ്രൂട്ടാണ്. ഇതിന് നമുക്ക് ആ വിലയ്ക്ക് നമുക്ക് വർത്തായിട്ടുണ്ട്. എനിക്ക് 50 രൂപയുള്ള ആ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചതിന്. പിന്നെ ഇതും ഒരു ഗ്യാതറിങ് ഫ്രൂട്ടാണ്. ഇത് 2 തുണിയിലായിട്ട് ഒരു തുണിയിൽ നമുക്ക് പ്ലീറ്റും ഒരു തുണിയിലേക്ക് ആ പ്ലീറ്റുള്ള പോർഷൻ നമുക്ക് വെച്ച് പിടിപ്പിക്കാനും കൂടിയാണെങ്കിൽ ഒരൊറ്റ രീതിയിൽ നമുക്കിതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് നമ്മുടെ കാര്യം നടക്കും. എന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മൾ ഈ ഒരു പ്രഷർ ഫ്രൂട്ട് പൊക്കിയിട്ട് അടിയിൽ നമ്മൾ ഫ്രില്ലിടാനുള്ള തുണിയെടുത്ത് വെച്ച് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, ഒരു കട്ടിങ് പോലെയുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തും കൂടെ വെച്ച് കൊടുത്താൽ നമുക്കതിൻ്റെ അടിയിൽ നമ്മളിപ്പോൾ പാവാടയുടെയൊക്കെ അടിപ്പാവാടയൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ ഫ്രിൽസ് കാണുമല്ലോ, അതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വരുവേ. ഞാനിതിൽ കാണിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള രൂപം. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ ചുവട്ടിൽ വെച്ച തുണിയിൽ ഗ്യാതറിങ് വീഴും, മുകളിലുള്ള തുണി ഗ്യാതറിങ് വീഴാതെ ലെവലായിട്ട് തന്നെ വരികയും ചെയ്യേ. അപ്പോൾ ഇതും കുഴപ്പമില്ല. ഇതെനിക്ക് 200 റുപ്പീസ് എങ്ങാണ്ടാന്ന് തോന്നുന്നു ഒരു ഫ്രൂട്ട് വാങ്ങിയതിന്. അതോ 100 രൂപയാണെന്നും അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇച്ചിരി എക്സ്പെൻസീവാണ് ആ ഒരു ഫ്രൂട്ട്. പിന്നെ ഇത് ഞാൻ ഓൺലൈൻ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ സിപ്പർ ഫ്രൂട്ടാണ്, ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ടാണ്. പക്ഷേ ഇത് നല്ല വർത്തായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് മറ്റ് ടെൻഷനൊന്നും വേണ്ട. ഇത് കറക്റ്റായിട്ട് തന്നെ ഓരോ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡിലത്തെ ആ ഒരു സിപ്പ് നല്ല രീതിയിൽ ഇൻവിസിബിളായിട്ട് തന്നെ നമുക്ക് കിട്ടുമേ.
അപ്പോൾ എത്രയും നമ്മൾ ചേർത്ത് വെച്ച് അടിക്കുന്നോ അത്രയും നമുക്ക് ഇൻവിസിബിളായിട്ട് തന്നെ നമ്മുടെ സിബ് ഇരിക്കും. മറ്റേ വൺ സൈഡ് ഫൂട്ടിട്ട് തയ്ക്കുന്ന ആ ഒരു അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും ഇതിട്ട് തയ്ച്ചാലും. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് വലിയ കാണിയിലിട്ടിട്ടൊന്ന് അടിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ ഇരുന്ന ഒരു സിബ് വെച്ച് ഞാൻ അടിച്ച് കാണിക്കുന്നുണ്ട്. അതാ ഇതേപോലെയാണ് വരുന്നത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഈ ഒരു ഇൻവിസിബിൾ സിബിൻ്റെ ആ ഒരു ഫൂട്ടുണ്ടല്ലോ അത് അങ്ങനെ മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ ഒരു ഒറ്റ ഫൂട്ട് മതി നമുക്ക് രണ്ട് സൈഡിലേക്കും പിടിപ്പിക്കാൻ പറ്റുമേ. അപ്പോൾ ഇതും നല്ല നമുക്ക് ആ ഒരു പൈസയ്ക്ക് മുതലായ ഒരു ഫൂട്ടാണേ. വലിയ തലവേദന ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഇൻവിസിബിൾ സിബൊക്കെ പിടിപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു റോളർ ഫൂട്ടാണ്. ഇത് നമ്മൾ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഒരു ചുരുക്ക് വീഴാതെ കറക്റ്റ് രീതിയിൽ നമുക്ക് ആ ഒരു പ്രഷർ ഫൂട്ട് കറക്റ്റായിട്ട് തന്നെ വന്ന് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, സ്റ്റിച്ച് കിട്ടുമേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫൂട്ടും കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ഇതിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. അതുവരെ ബൈ.